വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ഗാർലിക് പനീറും ഒരു ഗാർലിക് റൈസും ഉണ്ടാക്കുന്നേ. നല്ല കോമ്പിനേഷനാണ് ഇത് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ഇത് ഭംഗിയാണ് കാണാനായിട്ടില്ലേ. ഭംഗിയണക്ക് തന്നെ ടേസ്റ്റും അതുപോലെ തന്നെയാണ്. ഈസിയാണ്, പണിയും കുറവാണ്, നല്ല ടേസ്റ്റുമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 400 ഗ്രാം പനീർ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് റെഡിയാക്കാൻ തുടങ്ങേ. പിന്നെ ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. കാര്യം വെച്ച് തണുത്തിരിക്കണം, അതുകൊണ്ട് ഒരു അരമണിക്കൂർ മുമ്പേ വേവിച്ച് തണുപ്പിച്ച് വെച്ചേക്കുക. അതിപ്പോൾ നമുക്ക് ബാസ്മതി അരിയിൽ നമുക്ക് എത്ര ആവശ്യമുണ്ടോ ചോറ് അതനുസരിച്ച് ചോറ് വേവിച്ചിരിക്കാം. ഞാൻ ഊറ്റിയെടുത്തേക്കുന്നത്. നമുക്കിത് തുടങ്ങാം. ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. മാത്രം ചൂടായ കടായിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് കോൺ ഓയിലാണ്, ഏത് റിഫൈൻഡ് ഓയിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് പനീർ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂണോളം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരും. ഓക്കെ, നമ്മുടെ പനീറെല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു കടായി ഇങ്ങോട്ട് വെക്കാം. ഇതൊന്നിരിക്കട്ടെ. ഈ സോസിന് ഇതിന് വേണ്ടിയിട്ട്, ഗാർലിക്കിന് വേണ്ടിയിട്ട് പനീർ റെഡിയാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 10-20 വെളുത്തുള്ളികളുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതിനകത്തുനിന്ന് ഒരു ടീസ്പൂണോളം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 6-7 പച്ചമുളക് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കേ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിനകത്ത് കുറച്ചും കൂടെ എണ്ണ ഒഴിക്കേണ്ടി വരും. ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ വേണേ. ഇതൊന്ന് ഫ്രൈ ആവരുത്, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയേ. നമ്മുടെ ഈ ഗാർലിക്കും ജിഞ്ചറിലെ അതിനകത്തോട്ട് ഒരു 4 കൊല്ലമുളക്, വലിയ മുളകില്ലേ, അതരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഓക്കെ, ആ പച്ച മണമൊന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിനകത്ത് വലിയൊരു സവാള ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. അതുപോലെ ഇത് പച്ച ക്യാപ്സിക്കം, ഇത് 1.5 ക്യാപ്സിക്കം ഉണ്ട്, അതും അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇത് റെഡ് ക്യാപ്സിക്കം, അതും 1 ഉണ്ട്, അതും അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനധികം വേവണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഞാൻ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വെക്കാം. ഇവിടെ ഇരിക്കട്ടെ. നമ്മളിത് ഇളക്കി കൊടുക്കാം. തീ എപ്പോഴും കുറവിലായിട്ട് ഇരിക്കണേ, സിമ്മിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി, കാര്യം സോസ് ഒഴിക്കുന്നുണ്ട്.
ഇനി ഇതിൽ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്ത് ഇനി ഇതിൽ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ച് കൊടുത്ത് ഇനി ഇതിനകത്ത് 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തേ. മതിയേ. എല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മതി. ഇതൊന്ന് വെള്ളത്തിൽ കിടന്നെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു വേവാണ് കേട്ടോ. ഒത്തിരി അങ്ങോട്ടാക്കി തിളച്ചൊന്ന് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട ഇത് പച്ചക്കറിയൊക്കെ ഇതുപോലെ കിടക്കണം. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. നമ്മുടെ ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരു മിനിറ്റോളം ഒന്ന് മീഡിയം തീ കിടന്ന് തിളച്ചേ. ഇനി ഇതിലോട്ട് നമുക്ക് ഈ കലക്കി വെച്ചേക്കുന്ന കോൺഫ്ലവറില്ലേ അതൊഴിച്ചു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളക്കട്ടെ. നമ്മുടെ ഇത് കൂട്ട് തിളച്ച് ഇതിനകത്ത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന പനീറില്ലേ അതിട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊന്നും വെന്ത് കുഴഞ്ഞു പോകരുത്. എല്ലാം ഇതുപോലെ കിടക്കണേ. നമുക്കൊന്ന് ഇതിൻ്റെ ഉപ്പ് നോക്കാം. ശകലം ഉപ്പ് കുറവുണ്ട്. ശകലം ഉപ്പിനകത്തന്നെ ഇതൊരു മീഡിയം തീ തന്നെ 1 മിനിറ്റ് ഒന്ന് തിളച്ച് വെക്കട്ടെ. നമ്മൾ പനീർ ഗാർലിക് റെഡിയായി. ഇനി ഇതിനകത്തോട്ട് കുറച്ച് സ്പ്രിംഗ് അണിയൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചീനിച്ചട്ടി വെക്കാം. നമുക്ക് റൈസ് റെഡിയാക്കി വെക്കേ. ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ടേ. ചൂടായ എണ്ണയിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇടുന്നു. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി, ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തതാണേ. അതെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടേ. ഓക്കെ, നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ല ഫ്രൈ ആയി കിട്ടി. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ പനീറിന് വേണ്ടി റെഡിയാക്കിയില്ലേ ക്യാപ്സിക്കം, അതിനകത്തുനിന്ന് ഒരു ഇതളെടുത്തിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞതേ അതിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ തന്നെ പച്ചയില്ല, അതുപോലെ തന്നെ ഒരു കഷ്ണത്തിൻ്റെ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം.
തീരെ കുറച്ച് ഇടണം. ഇനി ഇതിനകത്ത് ഇതുപോലെ തന്നെ സോയാ സോസ് ഒരു ടീസ്പൂണോളം മതി. നമുക്കതിനകത്ത് ചോറിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ചോറ്. ഞാനിപ്പോൾ ചെറിയ ബാസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ അരിയുടെ ചോറ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ചോറിന് ഉപ്പിട്ടല്ല വേവിച്ചതേ. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടേ. തീ സിമ്മിലായിരുന്നേ. ഓക്കെ, ഇനി ഇതിനകത്ത് കുറച്ച് സ്പ്രിംഗ് അണിയൻ ഇട്ടിട്ട് ഓക്കെ. ഓക്കെ, നല്ല ടേസ്റ്റായി ചോറ് കഴിക്കാനായിട്ട്. അത് ഈ പനീർ ഗാർലിക് പനീറില്ലേ അതുമായിട്ട് കഴിക്കണം. സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കോമ്പിനേഷനായത്. പിന്നെ നമുക്ക് 1 മിനിറ്റ് ഒന്ന് സിമ്മിൽ നിന്ന് കവർ ചെയ്ത് 1 മിനിറ്റ് സിമ്മിൽ വെക്കാം കേട്ടോ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സിമ്മിൽ 1 മിനിറ്റ് ഇരിക്കട്ടെ. നമ്മുടെ റൈസ് നോക്കാം. ഓക്കെ, സൂപ്പർ ചോറാണിത്. ഇനി ഗ്യാസ് ഓഫാക്കുകയാണ്. സിമ്മിലായിരുന്നു കിടന്നേ, 1 മിനിറ്റേ കിടന്നിട്ടുള്ളൂ. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. കറിയും കൂടെ ഗാർലിക് പനീർ എടുക്കാം. നല്ല മണം. ഓക്കെ, ഞാൻ ഇത് താഴോട്ട് വെക്കാം. ഓക്കെ, അടിപൊളി ടേസ്റ്റിലൊരു ലഞ്ചായിട്ട് ഉപയോഗിക്കാം, ഡിന്നറായിട്ട് ഉപയോഗിക്കാം, ഗസ്റ്റ് വന്നാലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഏറ്റവും നല്ലൊരു സൂപ്പർ കോമ്പിനേഷനായി തരും. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് വെജിറ്റബിൾ വേണമെങ്കിൽ ഇടേ. പക്ഷെ ഇതിൻ്റെ പ്രത്യേക ആ ഗാർലിക്കിൻ്റെ ആ ഫ്ലേവറും എന്നാൽ ആ കുത്തുന്ന ഫ്ലേവറും ഇല്ല. നല്ല ടേസ്റ്റ്. അന്നേരം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.